ഹലോ എവ്രി വൺ, വെൽക്കം ടു ബയോബൈറ്റ്സ്. ഇന്ന് നമുക്ക് ലൈഫ് പ്രോസസ്സസ് എന്ന ചാപ്റ്ററിൽ CBSE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് 5 മാർക്ക് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിങ് ഓഫ് എ നെഫ്രോൺ വിത്ത് എ ലേബിൾഡ് ഡയഗ്രാം. Second question, explain double circulation in human beings and its significance. Third question, explain the process of photosynthesis with a balanced chemical equation and mention the factors affecting it. Fourth question, explain the human digestive system with a labeled diagram. Fifth question, explain the pathway of blood through the human heart with a labeled diagram. Sixth question, explain the human respiratory system and the mechanism of breathing with a labeled diagram. Seventh question, explain the process of excretion in human beings with a labeled diagram of the urinary system. Eighth question, explain the transportation of water and minerals in plant and how is food transported in plants. Describe the role of stomata in the exchange of gases and in transpiration. 10th question, what is the role of liver, pancreas and bile in the digestion of food? Very important question. How is oxygen and carbon dioxide transported in human beings? So these are the important questions that is repeatedly asked. ഇനി നമുക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാം എന്ന് നോക്കാം. അതിന് നിങ്ങൾ DPD ഫോർമുലയാണ് ഫോളോ ചെയ്യേണ്ടത്. DPD എന്ന് വെച്ചാൽ D എന്ന് വെച്ചാൽ ഡെഫിനിഷൻ, P എന്ന് പറഞ്ഞാൽ പോയിന്റ് ഫോർ എക്സ്പ്ലനേഷൻ, അടുത്ത D എന്ന് പറഞ്ഞാൽ ഡയഗ്രാം. അതായത് ഒരു ചോദ്യത്തിന് ഒരു ആൻസർ കൊടുക്കുമ്പോൾ അതിനൊരു ഡെഫിനിഷൻ ഉണ്ടാവണം, എക്സ്പ്ലനേഷനായിട്ട് പോയിൻറ്റ്സ് ആയിട്ട് എഴുതണം, പിന്നെ ഒരു ഡയഗ്രാമും ഉണ്ടായിരിക്കണം. ഇത് മൂന്നും ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഏതൊരു ക്വസ്റ്റിനും നമ്മൾ ഡെഫിനിഷൻ നിർബന്ധമായിട്ട് എഴുതണം. നമ്മൾ എത്ര പഠിച്ചു എന്നല്ല ഇമ്പോർട്ടൻറ്റ്, ആർട്ട് ഓഫ് പ്രസൻറ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കുറേ പഠിച്ചു പക്ഷേ പ്രസൻറ്റേഷൻ മോശമായി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ അതും കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആർട്ട് ഓഫ് പ്രസൻറ്റേഷൻ കൂടി പഠിക്കാൻ ശ്രമിക്കണം. സോ ഇനി അടുത്ത വീഡിയോ വരുന്നവരെയും ബൈ.